പാകിസ്ഥാന്റെ പരമാധികാരിയായി സൈനിക മേധാവി അസീം മുനീറിനെ നിയമിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മുനീർ ആകട്ടെ ഇനി മുതൽ സൈന്യത്തിന്റെ മാത്രമല്ല നാവികസേനയുടെയും വ്യോമസേനയുടെയും മേൽനോട്ടം വഹിക്കും. പാകിസ്ഥാനിലെ കിരീടം വയ്ക്കാത്ത രാജാവെന്നാണ് അസീം മുനീറിനെ അറിയപ്പെടുന്നത്. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ പാകിസ്ഥാൻ പൂർണ്ണമായും പട്ടാള ഭരണത്തിന് കീഴിലാകുമെന്നതും ഇക്കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാകാം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ആകട്ടെ രാജ്യം വിട്ടതെന്നാണ് പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട്. പാകിസ്ഥാന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവി, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ നിയമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ CDF മേധാവിയായി തന്നെ നിയമിക്കാനുള്ള പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ശുപാർശ പാക് പ്രസിഡന്റായ ആസിഫ് അലി സർദാരി അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 5 വർഷത്തേക്കാണ് ഈ നിയമനം ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പദവി ലഭിച്ചതോടുകൂടി പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി തന്നെ അസീം മുനീർ മാറിയിരിക്കുകയാണ്. എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബറിനെ 2 വർഷത്തേക്ക് കാലാവധി നീട്ടി നൽകാനുള്ള ശുപാർശയും ഇതിലൂടെ തന്നെ അംഗീകരിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കര, നാവിക, വ്യോമസേനകളുടെ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിന് രൂപീകരിച്ച ഈ ഒരു പദവിയാകട്ടെ ആദ്യ മേധാവിയായി തന്നെ അസീം മുനീറാണ് ഈ പദവിയിലേക്ക് എത്തുന്നത്. കര, നാവിക, വ്യോമസേനയുടെ ഏകോപനത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ആ പദവി കഴിഞ്ഞ മാസം ഒഴിയാനായതാണ് ഈ ഒരു പുതിയ തസ്തിക സ്ഥാപിച്ചിരിക്കുന്നതും. നവംബറിൽ ചേർന്ന പാർലമെന്റ് യോഗം ഭരണഘടനയുടെ 27ാം വകുപ്പ് ഭേദഗതി ചെയ്യാനായിരുന്നു CDF പദവി സൃഷ്ടിച്ചതും. ഫീൽഡ് മാർഷലായി തന്നെ സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് മാസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ അസീം മുനീറിന് ഈ ഒരു പുതിയ നിയമനം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച 2ാമത്തെ മാത്രം സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു അസീം മുനീർ. ജനറൽ അയൂബ് ഖാനാണ് ഈ പദവി ലഭിച്ച ആദ്യ വ്യക്തിയായി പറയപ്പെടുന്നത്. 1959-ലാണ് അയൂബ് ഖാൻ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് എത്തുന്നതും. അതേസമയം അദ്ദേഹത്തിന്റെ 5 വർഷത്തെ കാലാവധി വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അതായത് അസീം മുനീറിന്റെ 5 വർഷത്തെ കാലാവധിയാണ് ആരംഭിക്കുന്നത്. ഇത് വീണ്ടും നീട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് കുറഞ്ഞത് ഒരു ദശാബ്ദത്തിലേക്ക്, അതായത് അത്ഭുതപൂർവമായ ഒരു കാലാവധിയാണ് എന്നതാണ് അദ്ദേഹം തന്റെ സ്ഥാനത്തെ തുടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പറയുന്നത്. അതേപോലെ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് അദ്ദേഹത്തിന് ആജീവനാന്ത പ്രതിരോധ ശേഷിയും ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഇതിനോടകം തന്നെ പ്രതിസന്ധിയിലായ ജുഡീഷ്യറിക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് ഈ ഭേദഗതി എന്നാണ് പലരും ആരോപിക്കപ്പെടുന്നത്. സുപ്രീം കോടതിക്ക് പകരമായി തന്നെ സർക്കാർ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പുതിയ ഭരണഘടനാ കോടതി നിലവിൽ വരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിലും സൈനിക അധികാരത്തിലും അവശേഷിക്കുന്ന ഏക നിയന്ത്രണം തകർക്കപ്പെടുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരവധി മുതിർന്ന ജഡ്ജിമാർ പ്രതിഷേധ സൂചകമായി തന്നെ രാജിവെക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ അസീം മുനീർ സൈനിക മേധാവി ആയിരിക്കെ തന്നെ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങുന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഏറ്റതും വലിയൊരു നാണക്കേടിന് ഇടയായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ ചെയ്തത് അസീം മുനീറിന് സ്ഥാനക്കയറ്റം നൽകുകയാണ് എന്നതായിരുന്നു വലിയ വിരോധാഭാസമായി അവിടെ കാണപ്പെട്ട ഒരു കാര്യം. അതിനിടെ തന്നെ അമേരിക്കയുമായി അസീം മുനീർ ആകട്ടെ മികച്ച ബന്ധം സ്ഥാപിക്കുകയും ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി തന്നെ പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്യുകയുമാണ് ഉണ്ടായതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.